Okay, so നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹലോ ഗൈസ്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് കണ്ടുപിടിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു RL സർക്യൂട്ടാണ്. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ ദ ഗിവൺ നെറ്റ്വർക്ക് ദ സിസ്റ്റം സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് t ഈസ് ഈക്വൽ ടു 0. t 0 ആകുമ്പോഴാണ് സ്വിച്ച് ക്ലോസ് ആകുന്നത്. വിത്ത് 0 കറണ്ട് ഇൻ ഇൻഡക്ടർ. സോ ഇൻഡക്ടറിൽ കൂടി കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഫൈൻഡ് കറണ്ട് di/dt d2/dt² at t ഈസ് ഈക്വൽ ടു 0+. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അറ്റ് t ഈസ് ഈക്വൽ ടു 0-. സോ ഇത് t ഈസ് ഈക്വൽ ടു 0- ആണ്. നോ കറണ്ട് ഫ്ലോസ് ത്രൂ ഇൻഡക്ടർ. ഫ്ലോസ് ത്രൂ ഇൻഡക്ടർ. I of 0- എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അതായത് I of 0 എന്ന് പറഞ്ഞാൽ ഇലവഴി ഉണ്ടാകുന്ന കറണ്ട്. സോ കറണ്ട് തൊട്ട് മുമ്പിലത്തെ സ്വിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പെന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി അറ്റ് t ഈസ് ഈക്വൽ ടു 0+. 0+. ഈ 0+ൽ നമുക്ക് എന്താ ചെയ്യും? ഉണ്ട്. ഓക്കെ, ഇത് ക്ലോസ് ആകുമ്പോൾ റെസിസ്റ്റർ അതുപോലെ തന്നെ വരും. ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആകും. ഓക്കെ, സോ ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആകും. ഇതാണ് I of 0+ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലമഴി കറണ്ട് പോകുമോ? ഇല്ല. ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് അപ്പോഴും പറയാം I of 0+ എന്ന് പറയുന്നതും 0 ആണ്. ഓക്കെ, കാരണം എന്താണ്? ഇത് തൊട്ട് അങ്ങോട്ട് ഓപ്പൺ ആക്കി സ്വിച്ച് ക്ലോസ് ആക്കിയ ഉടനെ ഇൻഡക്ടർ ചാർജ് ആവത്തില്ല, കുറച്ച് സമയം വേണം. സോ t > 0 ആകുമ്പോഴേ ഇൻഡക്ടർ ചാർജ് ആകത്തുള്ളൂ, എന്നപ്പോഴേ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. സോ ഇതിലെ വഴി പോകുന്ന കറണ്ട് ഫ്ലോ ചെയ്തില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ഫോർ t > 0 എങ്ങനെയായിരിക്കും നെറ്റ്വർക്ക്? അപ്പം നമ്മുടെ 100 വോൾട്ട് ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ഇൻഡക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ സമയത്ത് നമുക്കിവിടെ 1 ഹെൻറി, ഓക്കെ, ഇവിടെ 10 ഓം, ഇവിടെ 100 വോൾട്ട്. ഈ സമയത്ത് I of t കാണും. ഓക്കെ, സോ ഈ സമയത്ത് KVL ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഇത് നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ 100 - 10i, ഓക്കെ, മൈനസ് ഇൻഡക്ടറിൽ കൂടിയുള്ള കറണ്ട് എന്താണ്? വോൾട്ടേജ് എന്താണ്? V ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. ഓക്കെ, സോ ഇൻഡക്ടറിൽ കൂടിയുള്ള വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു L ഇൻറ്റു di/dt. സോ എല്ലിൻ്റെ വാല്യൂ 1 ഇൻറ്റു di/dt ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇതൊരു വോൾട്ടേജാണ് നമ്മൾ 10i എന്ന് എടുക്കുന്നത്. സോ ഇതും ഒരു വോൾട്ടേജ്. ഓക്കെ, ദാറ്റ് ഈസ് di/dt ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 100 - 10i എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ് t ഈസ് ഈക്വൽ ടു 0+. ഓക്കെ, 0+ൽ നമുക്ക് എന്തോ കിട്ടും? di/dt ഓഫ് 0+ എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 100 - 10i ഓഫ് 0+. ഓക്കെ, I of 0+ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 Ampere/second. ഓക്കെ, di/dt ആയതുകൊണ്ട് 100 Ampere/10 സെക്കൻഡ്. ഓക്കെ, വീണ്ടും നമ്മൾ di/dt ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുത്താൽ മാത്രമേ d² കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞത് d²i/dt² കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ അതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ 100 - 10i അതിനെ ഒന്നുകൂടെ
ഡെറിവേറ്റീവ് എടുക്കുക, അതായത് ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് ഇക്വേഷൻ. We get d square I by dt square is equal to minus 10 di by dt. Okay, so വീണ്ടും at t is equal to 0 plus നമുക്ക് കിട്ടും d square I by dt square of 0 plus എന്ന് പറഞ്ഞാൽ minus 10 d I of 0 plus by dt, that is equal to minus 10 into 100, that is equal to minus 1000 ampere per second square. Okay, t ആണ്, so second square. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിൽ ഐ കണ്ടുപിടിക്കുക, ഡി ഐ ബൈ ഡി ടി കണ്ടുപിടിക്കുക, ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ. അതാണ് ഡി ഐ 0 പ്ലസ് ഡി സ്ക്വയർ ഐ 0 പ്ലസ് ആൻഡ് ഇവിടെ നമ്മൾ കണ്ട ഐ ഓഫ് 0 പ്ലസ്. സോ നമ്മൾ കണ്ടുപിടിച്ചു അത് മൂന്നും. ഐ ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഡി ഐ ബൈ ഡി ടി ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 100 minus 1000 ampere per second square. സോ ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ആർ സി സർക്യൂട്ടാണ്. സോ ഇവിടെയും നമ്മളോട് പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണ്. അതുപോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിൽ ഐ ഡി ഐ ബൈ ഡി ടി ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ കണ്ടുപിടിക്കാനാണ്. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 മൈനസിൽ കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി സി ഓഫ് 0 മൈനസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഐ ഓഫ് 0 മൈനസ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓക്കെ, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 പ്ലസ്സിൽ എന്ത് പറ്റും? സർക്യൂട്ട് എങ്ങനെയാവും? റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് ഷോർട്ട് ആകും. ഓക്കെ, ആൻഡ് എ കറണ്ട് വിൽ ഫ്ലോ ഐ ഓഫ് 0 പ്ലസ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് ആകും. അപ്പം നമ്മൾ ഇതെല്ലാം എഴുതണം. 0 മൈനസിൽ കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണ്, അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ. 0 പ്ലസ്സിൽ ഷോർട്ട് സർക്യൂട്ട് ആകും. അപ്പം വി സി ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. പക്ഷേ ഐ ഓഫ് 0 പ്ലസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എനിക്ക് 100, ഇവിടെ എനിക്ക് 1000. ഓക്കെ, ഈ കറണ്ട് എന്തായിരിക്കും? വി ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, സോ 100 by 1000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/10 0.1 ആംപിയർ കിട്ടും. സോ ഐ ഓഫ് 0 പ്ലസ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഫോർ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം നമുക്ക് കപ്പാസിറ്ററും കൂടെ വരും. ഓക്കെ, കപ്പാസിറ്ററും കൂടെ നമുക്ക് വരും. ഓക്കെ, സോ ഐ ഓഫ് ടിയുടെ ഈക്വേഷൻ എഴുതുക. 1 മൈക്രോ ഫാരഡ് 1100. KCL ഇക്വേഷൻ എഴുതുക, സോറി KVL ഇക്വേഷൻ എഴുതുക. സോ 100 മൈനസ് 1000 ഐ ഓഫ് ടി, ഓക്കെ, മൈനസ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 1/c ഇൻ്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, ഇതാണ് വി എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 1/c 1/1 ഇൻറ്റു 10⁻⁻⁶ ഇൻ്റഗ്രൽ ഐ ഡി ടി. ഓക്കെ, ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ ഇക്വേഷന്, ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 100നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, 1000 ഐ ഓഫ് ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1000 ഡി ഐ ബൈ ഡി ടി. ഓക്കെ, മൈനസ്
1 into 10 raised to minus 6 എന്ന് പറഞ്ഞാൽ 10 raised to 6. ഓക്കെ, ഇൻ്റഗ്രൽ പോയി I ആകും is equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ di/dt വന്നു. നമ്മളോട് ക്വസ്റ്റ്യനിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, di/dt കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ 1000 di/dt is equal to എന്തെന്ന് കിട്ടും? 10 raised to minus 10 raised to 6 എന്ന് കിട്ടും. di/dt is equal to 6i. ഓക്കെ, minus 10 raised to 6i by 1000 എന്ന് കിട്ടും. ഓക്കെ, സോ അറ്റ് t is equal to 0 പ്ലസ്സിൽ ഈ വാല്യൂ എത്രയാണെന്നാണ് നമുക്കറിയേണ്ടത്. di of 0 plus by dt is equal to minus 10 raised to 6 I of 0 plus by 1000. ഓക്കെ, ആ വാല്യൂ എന്താണ്? 0.1 minus 10 raised to 6 into 0.1 by 1000, that is equal to minus 100 ampere per second. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷനെ ഒരു പ്രാവശ്യം കൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനെ, സെക്കൻഡ് ഇക്വേഷനെ ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? d² കിട്ടും. സോ d²i/dt² is equal to minus 10 raised to 6 by 1000 di/dt. ഓക്കെ, 10 raised to 6 by 1000 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയി കഴിയുമ്പോൾ 10 raised to 3 എന്ന് വരും. ഓക്കെ, സോ d² at t is equal to 0 plus d²i/dt² is equal to minus 10 raised to 3 di/dt of 0 plus. ഓക്കെ, അത് വാല്യൂ എന്താണ്? minus 100. ഓക്കെ, so minus 10 raised to 3 into minus 10 raised to 2, that is 10 raised to 5 amperes per second square. ഓക്കെ, സോ 3 വാല്യൂസ് കിട്ടി. I of 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു, 0.1 ആംപിയർ ആയിരുന്നു. ഓക്കെ, di/dt of 0 പ്ലസ് എന്ന് പറഞ്ഞാൽ minus 100 amperes per second ആയിരുന്നു. ആൻഡ് d²i/dt² എന്ന് പറഞ്ഞാൽ 10 raised to 5 amperes per second square. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ഇനിയൊരു RLC സർക്യൂട്ടും കൂടെ നമുക്ക് കാണാം. സോ RLC സർക്യൂട്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 1 ഹെൻറിയും 10 മൈക്രോ ഫാരഡും സീരീസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. സോ അറ്റ് t is equal to 0 minus all initial conditions are 0, that is I of 0 minus is equal to 0യും Vc of 0 minus is equal to 0യും all initial conditions. കാരണം കപ്പാസിറ്ററിന് അക്രോസ് കറണ്ടും ഇൻഡക്ടറിന് അക്രോസ് കറണ്ടും കപ്പാസിറ്ററിന് അക്രോസ് വോൾട്ടേജുമാണ്. ആ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ t is equal to 0 പ്ലസ്സിൽ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ടും ഇൻഡക്ടർ എന്താണ്? ഓപ്പൺ സർക്യൂട്ടും ആകും. ഓക്കെ, സോ ഇത് ഓപ്പൺ സർക്യൂട്ട് ആകും, ഇത് ഷോർട്ട് സർക്യൂട്ട് ആകും. ആൻഡ് ഇങ്ങനെയായിരിക്കും സർക്യൂട്ട് വരുന്നത്. ആൻഡ് I of 0 പ്ലസ് ഇലം വഴി പോകും. ഓക്കെ, പോകുമോ? പോകത്തില്ല. കാരണം എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആയാൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? സോ I of 0 പ്ലസ് എന്ന് പറയുന്നത് 0 ആണ്. ആൻഡ് അത് ഓപ്പൺ ആയതുകൊണ്ടും ഒരു കപ്പാസിറ്റൻസ് അവിടെ ഇല്ലാത്തത് കൊണ്ടും 0 പ്ലസ് എന്ന് പറയുന്നതും 0 ആയിരിക്കും വോൾട്ടേജ്. ഓക്കെ, ഇനി t ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം എന്ത് പറ്റും? എല്ലാം വരും. റെസിസ്റ്റൻസ്, ഇൻഡക്ടർ, കപ്പാസിറ്റർ എല്ലാം വന്നു. നമ്മൾ KVL ഇക്വേഷൻ എഴുതണം. I of t. ഓക്കെ, 10 1 10 മൈക്രോ ഫാരഡ്. ഓക്കെ, സോ എങ്ങനെ വരും? സോ ദിസ് ഇസ് 10 മൈനസ് 10i minus 1 di/dt. okay, minus 1 by 1 into 10 raised to minus 6 integral I dt is equal to 0. okay, so
I of 0 plus, okay, at t is equal to 0 plus ഈ വാല്യൂ എന്താകും? 10 minus 10 I of 0 plus minus 1 d I of 0 plus by dt minus I of 0 എന്ന് പറഞ്ഞാൽ 0 ആകും. സോ ഈ വാല്യൂ 0 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ നിന്ന് I of 0 പ്ലസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഈ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ d I of 0 പ്ലസ് by dt is equal to 10 ampere per second എന്ന് കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻ 1നെ ഞാൻ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് ഇക്വേഷൻ 1, ഓക്കെ, എന്തോ കിട്ടും? 0 മൈനസ് 10 I ആയിരുന്നു ഡി ഐ ബൈ ഡി ടി മൈനസ് ഡി സ്ക്വയർ ഐ ബൈ ഡി ടി സ്ക്വയർ, ഓക്കെ, മൈനസ് 10 raised to 6 I is equal to 0. Okay, that is equal to at t is equal to 0 plus ആകുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 10 ഡി ഐ ഓഫ് 0 ബൈ 0 പ്ലസ് ബൈ ഡി ടി മൈനസ് d square I of 0 plus by dt square, okay, minus 10 raised to 6 I of 0 plus is equal to 0. ഈ ടേം 0 ആയിരുന്നു. ഓക്കെ, ഇനി ഇത് 10 ആയിരുന്നു. സോ മൈനസ് d square I of 0 plus by dt square is equal to plus 10 into 10. Okay, so d square I of 0 plus by dt square എന്ന് പറഞ്ഞാൽ is equal to minus 100 ampere per second square. ഓക്കെ, സോ നമുക്കെല്ലാം കിട്ടി. I of 0 പ്ലസ് എന്ന് പറയുന്നത് 0, ഡി ഐ ബൈ ഡി ടി ഓഫ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ 10 ampere per second and d square I by dt square of 0 plus എന്ന് പറയുന്നത് മൈനസ് 100 ampere per second square. ഓക്കെ, സോ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇനീഷ്യൽ കണ്ടീഷൻസ് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വേറെ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. ഓക്കെ, ബൈ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.